നമസ്കാരം. എല്ലാവർക്കും അലിഗുരു മാത്തിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ആഴ്ച നടന്ന കൂലി വർക്കർ എക്സാമിന്റെ മാത്സിലെ 20 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വരാൻ പോകുന്ന LGS പരീക്ഷയ്ക്ക് 2024 നടക്കാൻ പോകുന്ന LGS പരീക്ഷയ്ക്ക് അത്യാവശ്യം ഈ ഒരു ടൈപ്പിലെ ചോദ്യങ്ങൾ തന്നെയായിരിക്കും വരാൻ പോകുന്നത്. കാരണം LGS ലെവലിലുള്ള ഒരു പരീക്ഷയായിരുന്നു. അപ്പോ ഈ ഒരു ടൈപ്പിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. വരാൻ പോകുന്ന LGS പരീക്ഷയ്ക്ക് ഈ ഒരു ടൈപ്പിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. അങ്ങനെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ചോദ്യങ്ങളൊന്നും അല്ലായിരുന്നു. അത്യാവശ്യം സിമ്പിൾ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള, അങ്ങനെ ഭയങ്കര പ്രശ്നക്കാരനായ ചോദ്യങ്ങളൊന്നും ഇല്ല. ശരി, അപ്പൊ നമുക്ക് ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ചോദ്യം ചോദ്യം ഇങ്ങനെയാണ്: ഏത് സംഖ്യയുടെ 40% 32 എന്നാണ്? ഏത് സംഖ്യയുടെ 40% 32 എന്ന് പറഞ്ഞു വരാം. ഏതോ ഒരു സംഖ്യയുടെ 40% 32 എന്നാ പറഞ്ഞിരിക്കുന്നത്. ഏതോ ഒരു സംഖ്യയുടെ 40% എന്ന് പറയുന്നത് 32 എന്ന് പറയും. ഇനി നമ്മളെ ചോദ്യം ഏത് സംഖ്യയുടെ എന്നാണ്, അല്ലെങ്കിൽ സംഖ്യ ഏതെന്നാണ്. അപ്പൊ ചോദ്യം കുറച്ചുകൂടെ ഒന്ന് മാറ്റി പറയുകയാണെങ്കിൽ, ഒരു സംഖ്യയുടെ 40% 32 അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏത്, അതാണ് സംഭവം. സിമ്പിൾ ആയിട്ട് പറയുന്നെങ്കിൽ സംഖ്യ ഏതെന്ന് കണ്ടുപിടിക്കേണ്ട ചോദ്യം. നമ്മൾ സംഖ്യ ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, സംഖ്യയെ നമ്മൾ എപ്പോഴും എത്ര ശതമാനമായിട്ടാണ് എടുക്കാറ്? 100% അതായത് 100% എത്ര എന്ന് കണ്ടുപിടിച്ചു കൊടുത്താൽ മതി. അപ്പൊ ഒന്നും കൂടെ, ഒരു സംഖ്യയുടെ 40% 32 അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏതാണ് എന്ന് പറഞ്ഞ് ചോദിച്ചാൽ 100% എത്ര ആണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ശരി, നമ്മൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ക്രോസ് ചെയ്യണം, അല്ലെ? ക്രോസ് ചെയ്യുന്ന സമയത്ത്, അല്ല, ഇവിടെ നമ്മൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന സമയത്ത് രണ്ട് സംഖ്യ വരുന്നത് നമ്മൾ മേളിൽ എഴുതും. അതായത് ഇവിടെ രണ്ട് സംഖ്യ വരുന്ന ഇതാണ്, 100 ഇൻറ്റു 32 അല്ലേ? അപ്പൊ 100 ഇൻറ്റു 32 എന്ന് മേളിൽ എഴുതി കൊടുത്തു. ഒറ്റക്കെട്ട് നിൽക്കുന്ന 40 താഴെ എഴുതി. ഈ പൂജ്യം പോയി, ഈ പൂജ്യം പോയി. 4-ല് 4 ഒരു പ്രാവശ്യം, 32-ല് 4 8 പ്രാവശ്യമുണ്ട്. 8 ഇൻറ്റു 10 നമുക്ക് കിട്ടി 80 എന്ന് പറയും. കിട്ടി 80. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ 80 എന്ന് പറയും. ഓർമ്മിച്ചോളണേ. 40% 32. സംഖ്യ ഏതാണെന്ന് ചോദിക്കണമെങ്കിൽ എത്ര ശതമാനം കണ്ടുപിടിച്ചു കൊടുത്താൽ മതി? 100% കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ 100% നമുക്ക് എത്രാന്ന് കിട്ടി? 80 എന്ന് പറയും. കിട്ടി നമ്മുടെ ആൻസർ 80. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. ചോദ്യം ഇങ്ങനെയാണ്: 14-ന്റെയും 16-ന്റെയും ഗുണിതമായി വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്നാണ്? 14-ന്റെയും 16-ന്റെയും ഗുണിതമായി വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്നാണ്? ഏറ്റവും ചെറിയ സംഖ്യ എന്നാണ്. അപ്പൊ വേറെ ഒന്നുമില്ല. 14-ന്റെയും 16-ന്റെയും ഗുണിതമായിട്ട് വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ, അല്ലെങ്കിൽ 14 കൊണ്ടും 16 കൊണ്ടും നിശേഷം ഹരിക്കാൻ കഴിയുന്ന. അപ്പൊ ചോദ്യം നമുക്ക് എങ്ങനെ മാറ്റി പറയാം? ഇങ്ങനെയും ചോദിക്കാം. പണ്ടത്തെ രീതിയിലൊക്കെ ആണെങ്കിൽ ചോദ്യം ഇങ്ങനെയാ വരുന്നത്: 14 കൊണ്ടും 16 കൊണ്ടും നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് എന്ന് പറഞ്ഞ് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ അതിന് കുറച്ചുകൂടെ അവർ ഡെക്കറേഷൻ ഇട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ്? 14-ന്റെയും 16-ന്റെയും ഗുണിതമായി വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ. വേറെ ഒന്നുമില്ല. എന്താണ്? പറ. LCM കണ്ടുപിടിച്ചാൽ മതി. 14-ന്റെയും 16-ന്റെയും LCM, 14-ന്റെയും 16-ന്റെയും LCM കണ്ടുപിടിച്ച് നോക്കാം. 14-ന്റെയും 16-ന്റെയും LCM പറയുമ്പോൾ രണ്ടെണ്ണത്തിന് നമ്മൾ 2 കൊണ്ട് വെട്ടുമ്പോ ഇത് 7 ആയി, ഇതെന്തായി? 8 ആയി. ഇത് ചെയ്താൽ മതി, എല്ലാം കൂടെ ഗുണിച്ചു കൊടുത്താൽ മതി, അല്ലെ? എല്ലാം കൂടെ ഗുണിച്ചാൽ മതി. അപ്പൊ നമുക്ക് പറയാം 2 ഇൻറ്റു 7 ഇൻറ്റു 8 ചെയ്യുമ്പോൾ 8 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ 56, 56 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി 112. ആൻസർ ഓപ്ഷൻ സി ആണ്, 112. ഓർമ്മിച്ചോളേ. 14-ന്റെയും 16-ന്റെയും ഗുണിതമായി വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ, അല്ലെങ്കിൽ 14 കൊണ്ട് 16 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്ന് പറഞ്ഞ് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? ഈ രണ്ട് സംഖ്യകളുടെയും LCM കണ്ടുപിടിച്ചാൽ മതി. ഓർമ്മിച്ചോളെ, LCM ആണ്. LCM കണ്ടുപിടിച്ചു കൊടുത്താൽ മതി, ലസാഗു കണ്ടുപിടിച്ചു കൊടുത്താൽ മതി. നമുക്ക് കിട്ടി 112 എന്ന് പറയും. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. ഓക്കെ, ഈ ഒരു ചോദ്യം നമ്മളെ ഈ പറയണ മിശ്രഭിന്ന രൂപത്തിലൊക്കെ തന്നിട്ടുണ്ട്. മിശ്രഭിന്നം നമ്മൾ നേരായ രീതിയിൽ ഇത് ക്രിയേറ്റ് ചെയ്യണം? വേണ്ട. ഇത് നമുക്ക് അത്യാവശ്യം സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ
ആദ്യത്തത് ആദ്യത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ വായിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ വായിക്കും? 2 മുക്കാൽ എന്ന് പറയില്ലേ? 2 3/4 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 മുക്കാലാണ്. രണ്ടാമത്തത് എന്താണ്? 1 1/2 എന്ന് പറഞ്ഞാൽ അത് 1/2 2 1/4 എന്ന് പറഞ്ഞാൽ അത് 2 1/4. ഇനി 3 1/2 എന്ന് പറഞ്ഞാൽ അത് 3 1/2. ഓക്കെ ആണോ? നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള പൂർണ്ണസംഖ്യകൾ, അതായത് ഈ 2ഉം 1ഉം 2ഉം 3ഉം ഇത്രയും മാത്രം അങ്ങ് ആദ്യം ക്രിയേറ്റ് ചെയ്യും. അതായത് 2+1 3, 3ഉം 2ഉം 5. ഈ 5ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ 5ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 2 എന്ന് പറഞ്ഞ് കിട്ടി. ഓക്കെ ആണോ? ഇനി ബാക്കിയുള്ള ഭിന്നസംഖ്യകൾ ഇവിടെ മുക്കാലാണ് അല്ലെ? 3/4 എന്ന് പറഞ്ഞാൽ മുക്കാലല്ലേ? അപ്പൊ നമുക്ക് പറയാം ഈ പറയണ മുക്കാലും കാലും കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 1. 1ഉം അരയും കൂടെ കൂട്ടിയപ്പോ 1/2. 1/2 നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. അതായത് 2ഉം 1ഉം 3 അല്ലേ? നമ്മുടെ ആൻസർ എന്ന് പറയും കിട്ടി 3 എന്ന് പറയും കിട്ടി. 3 എന്ന് പറയും കിട്ടി. അപ്പൊ ഒന്നും കൂടെ നമ്മൾ ചെയ്ത പരിപാടി എന്താണ്? ആദ്യത്തെ പൂർണ്ണസംഖ്യകൾ മാത്രം അല്ലേ? പൂർണ്ണസംഖ്യകൾ എന്ന് മാത്രം ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന 2. ഈ 2ഉം 1ഉം കൂടെ കൂട്ടി 3. 3ഉം 2ഉം കൂടെ കൂട്ടി 3ഉം 2ഉം കൂടെ കൂട്ടി 5. ഇനി ഇവിടെ മൈനസ് അല്ലേ കിടക്കുന്നത്? 5ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര എന്ന് കിട്ടും? 2 എന്ന് കിട്ടും. ഇനി ബാക്കി കുറച്ച് ഭിന്നസംഖ്യകളില്ലേ? ഭിന്നസംഖ്യകൾ ഏതൊക്കെയാ? ബാക്കിയുള്ള ഭിന്നസംഖ്യകൾ ഏതൊക്കെയാ? ഈ പറയണ ആദ്യത്തെ എന്താണ്? മുക്കാലാണ് അല്ലെ? 3/4 എന്ന് പറഞ്ഞാൽ മുക്കാല്. ഈ മുക്കാലും ഈ അരയും കൂടെ കൂട്ടും. മുക്കാലും അരയും കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 1/4. 1/4 കാലും കൂടെ കൂട്ടുമ്പോൾ അല്ലെ? 1/4 എന്ന് പറഞ്ഞാൽ കാല്. 1/4 കാലും കൂടെ കൂട്ടുമ്പോൾ 1/2 എന്ന് കിട്ടും. ഇവിടെ മൈനസ് ആണ് അല്ലെ? അപ്പൊ ആ 1/2 മൈനസ് അര, 1/2 അര കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? 1 കിട്ടുന്നത്. അതായത് +1. ഈ രണ്ടിന്റെ കൂടെ ഇനി ഒരു 1ഉം കൂടെ വരുമ്പോൾ നമ്മുടെ ആൻസർ നമുക്ക് കിട്ടും 3 എന്ന് പറയും കിട്ടും. ഓപ്ഷൻ ബി 3 എന്ന് പറയാം. ഓക്കെയാണ്. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നേരായ രീതിയിൽ ഈ പറയണ മിശ്ര ഭിന്നങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്ത് നമുക്ക് എടുക്കാം. ആവശ്യമില്ല, നമുക്ക് ഈ ഒരു രീതിയിൽ പെട്ടെന്ന് നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. അപ്പൊ നോക്കിക്കൊള്ളേ 3/4, 1/2, 1/4 എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ അവിടെ നമ്മുടെ മനസ്സിൽ അയ്യോ 2 3/4 അങ്ങനെ ഒന്നും വരല്ലേ. നമ്മുടെ മനസ്സിൽ എന്ത് വന്നാൽ മതി? സിമ്പിൾ 2 1/4, 1 1/2 സിമ്പിൾ എങ്ങനെ പറയും? 1.5. ഇനി 2 1/4 2.25. 3 1/2 അത് 3.5 അല്ലേ? ഒന്നും കൂടെ അല്ലാതെ കൂടെ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഇവിടെ ആദ്യത്തത് 2.25 അല്ലെ? 2.25 1.5 കൂടെ കൂട്ടാം. 2 1 3, 3.25 2 3.25 4.25 എന്ന് പറയാൻ കിട്ടും. 4.25 2.5, 4.25 2 കൂടെ കൂട്ടുമ്പോ 6.25 അല്ലേ? 6.25 6.5 എന്ന് കിട്ടും അല്ലേ? 6.5 3.5 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 എന്ന് പറയാൻ കിട്ടും. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിൽ പറയാം. അങ്ങനെ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ പറയാം. സോറി, പെട്ടെന്ന് നമുക്ക് ആൻസറിലോട്ട് എത്താം. 3 എന്ന് പറയും 3 എന്ന് പറയും. ചോദ്യം വീണ്ടും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 600ന്റെ 8% എത്രയാണ്? എല്ലാവർക്കും അറിയാം 8% കാണാൻ 600 ഇൻറ്റു 8/100 ചെയ്താൽ മതി. 2 0 പോയി 2 0 പോയി 6 ഇൻറ്റു 8 നമുക്ക് കിട്ടി 48 എന്ന് പറയും. അപ്പൊ 600ന്റെ 8% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 48 ആണ്. അടുത്ത ചോദ്യം. ഒരു സമചതുരത്തിന്റെ വിസ്തീർണം 64 ചതുരശ്ര സെന്റിമീറ്റർ ആയാൽ വശത്തിന്റെ നീളം എത്രയെന്നാണ്? അപ്പോ ഒരു സമചതുരം സ്ക്വയറിനെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്. സമചതുരത്തിനെ സംബന്ധിച്ച് വിസ്തീർണം എന്ന് പറഞ്ഞാൽ A² ആണ്. A². അത് എത്രയും തന്നിട്ടുണ്ട്? 64. അങ്ങനെയാണെങ്കിൽ ഒരു വശം A എന്ന് പറഞ്ഞാൽ അല്ലെ? A² 64 ആണെങ്കിൽ A എത്രയായിരിക്കും? 8 ആയിരിക്കും അല്ലെ? ഒരു വശം എന്തായിരിക്കും? 8 ആയിരിക്കും. നമുക്ക് പറയാം ആൻസർ ഓപ്ഷൻ എ ആണ് 8 സെന്റിമീറ്റർ. സിമ്പിൾ ചോദ്യമാണ്. അപ്പോ ഒരു സമചതുരത്തിനെ സംബന്ധിച്ച് പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണം എന്ന് പറഞ്ഞാൽ A² എന്നാണ്. ആ A² 64 ആണ്. അതിൽ A എന്ന് പറഞ്ഞാൽ ഒരു വശം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 8 സെന്റിമീറ്റർ ആയിരിക്കും. ക്ലിയർ ആണ്. അടുത്ത ചോദ്യം. വീണ്ടും സിമ്പിൾ ചോദ്യം. 0.45ന്റെ ഭിന്നസംഖ്യാ രൂപമാണ് ചോദിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ 0.45 എന്ന ദശാംശ സംഖ്യയുടെ ഭിന്നസംഖ്യാ രൂപം എത്രയാണ്? പറഞ്ഞു വരാം. 0.45ന് നമുക്ക് എങ്ങനെയും എഴുതാം. 45/100 എന്ന് എഴുതിക്കൂടെ? അല്ലേ? 100 കൊണ്ട് ഭാഗിക്കാൻ തുടങ്ങി ഇടത്തോട്ട് മാറ്റി 2 സ്ഥാനം മാറ്റി കിട്ടും. അതായത് 0.45 എന്ന് തന്നെ കിട്ടും. അപ്പൊ 45/100നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? 0.45. അല്ലെങ്കിൽ പറയാം 0.45നെ നമുക്ക് എങ്ങനെയും എഴുതാം 45/100. ഇങ്ങനെ ഒരു ഓപ്ഷൻ നമ്മുടെ ഉണ്ടോ? ഓപ്ഷനിലുണ്ടോ? 45/100 45/10 ഒക്കെ കിടക്കും. ശരി, പക്ഷെ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? വെട്ടിച്ചെറുതാക്കാൻ പറ്റും. 45ൽ 5 9 തവണയുണ്ട്.
100-ല് 5 എത്ര തവണയുണ്ട്? 20 തവണയുണ്ട്. കിട്ടി 9/20 എന്ന് പറയും കിട്ടി. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി 9/20 എന്ന് പറയും കിട്ടും. 9/20. അപ്പൊ എത്രയേ ഉള്ളൂ? 0.45 നമുക്ക് എങ്ങനെ എഴുതി കൊടുക്കാം? 45/100 എന്ന് പറയാം. അതിനെ വെട്ടിച്ചെറുതാക്കുമ്പോൾ നമുക്ക് കിട്ടും 9/20 അല്ലെ 9/20 എന്ന് കിട്ടും. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി 9/20. ചോദ്യം ഇതെല്ലാം കൂടെ കൂട്ടി പറയാനാ പറഞ്ഞിരിക്കുന്നത്. കൂട്ടാൻ അറിയാം, എല്ലാവർക്കും ദശാംശ സംഖ്യകൾ കൂട്ടാൻ അറിയാം. ഏതൊക്കെ തമ്മിൽ കൂട്ടും? 0.3 പ്ലസ് 0.32 പ്ലസ് 2.13. ശരി, ഇവിടെ സ്ഥാനമില്ലാത്തതുകൊണ്ട് 0 ഇട്ട് കൊടുക്കാം. 3-ഉം 2-ഉം നമ്മൾ എത്ര എഴുതും? 5 എന്ന് പറഞ്ഞ് എഴുതും. 3, 6, 1, 7 എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. നമുക്ക് കിട്ടി 2.75. ഓപ്ഷൻ സി 2.75. 2.75. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം. സുധീർ ഒരു അലമാര 13,600 രൂപയ്ക്ക് വാങ്ങി. യാത്രാ ചെലവിന് 400 രൂപ അയാൾ കൊടുത്തു. ഈ അലമാര 16,800 രൂപയ്ക്കാണ് വിറ്റതെങ്കിൽ, അല്ലെങ്കിൽ 16,800 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര കിട്ടുക? ഒന്നുകൂടെ, സുധീർ എന്ന് പറയുന്ന ഒരാൾ 13,600 രൂപയ്ക്ക് എന്ത് ചെയ്തു? ഒരു അലമാര വാങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു? ഇതിന് യാത്ര ചെലവ് അല്ലെങ്കിൽ വണ്ടിക്കൂലിയായിട്ട് എത്ര രൂപ കൊടുത്തു? 400 രൂപ കൊടുത്തെന്നാ പറഞ്ഞിരിക്കുന്നത്. വണ്ടിക്കൂലിയായിട്ട് 400 രൂപ കൊടുത്തു. ഇനി എന്താ സംഭവിച്ചത്? എന്നിട്ട് എന്ത് ചെയ്തു? ഈ അലമാര മാറ്റി വിൽക്കുന്ന എത്ര രൂപയാണ്? 16,800 രൂപയ്ക്കാണ്. 16,800 രൂപയ്ക്കാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു സാധനം വാങ്ങുമ്പോൾ ആ സാധനം വാങ്ങുന്നതുമായിട്ട് ഉള്ള അനുബന്ധ ചിലവുകളെല്ലാം കൂടെ ചേർത്തതാണ് വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ. അപ്പൊ ഒന്നും കൂടെ, നമ്മളിവിടെ വാങ്ങിയത് 13,600 രൂപയൊക്കെ തന്നെയാണ്. എങ്കിൽ നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ വാങ്ങിയ വിലയായിട്ട് എടുക്കുന്നത് ആ അതിന് കൊടുത്ത പ്രൈസ് എന്ന് പറഞ്ഞാൽ 13,600 രൂപയും അനുബന്ധ ചിലവുകളും ഉൾപ്പെടെയാണ് നമ്മൾ കണക്കാക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സാധനം വാങ്ങാൻ പോകുമ്പോൾ വണ്ടിക്കൂലി കൊടുക്കും, പെട്രോൾ അടിക്കും, പിന്നെ ചിലപ്പോൾ വാങ്ങാൻ പോകുന്ന സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കും, അല്ലെ? ഇതെല്ലാം എന്താണ്? അനുബന്ധ ചിലവുകളാണ്. അപ്പൊ അനുബന്ധ ചിലവുകൾ എല്ലാം കൂടെ ചേർത്താണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത്? വാങ്ങിയ വിലയായിട്ട് കണക്കാക്കുന്നത്. ഓക്കെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 13,600 മാത്രമല്ല, ഈ 13,600 രൂപയും സുധീർ കൊടുത്ത 400 രൂപയും വണ്ടിക്കൂലിയായിട്ട് കൊടുത്ത 400 കൂടെ ചേർത്ത് എത്രയാണ്? അല്ലെ, 13,600 400 കൂടെ ചേരുമ്പോൾ എത്രയാവും? 14,000 രൂപ എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, 14,000 രൂപയ്ക്ക് അലമാര വാങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. ഇല്ലേ, ഇത് കയ്യിൽ നിന്ന് ചെലവാക്കുന്ന പൈസ തന്നെ ഇല്ലേ ഈ 400 രൂപയും. അപ്പോ നമ്മുടെ കയ്യിൽ നിന്ന് ചെലവായത് എത്ര രൂപയാണ്? 14,000 രൂപയാണ്. എന്നിട്ട് കിട്ടിയത് എത്ര രൂപയാണ്? 16,800 രൂപ നമുക്ക് കിട്ടി. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് പറയാം, സുധീർ 14,000 രൂപ കൊടുത്ത് അലമാര വാങ്ങി, എന്നിട്ട് മറിച്ചു കൊടുത്തപ്പോ കിട്ടിയത് 16,800 രൂപയാണ്. ശരി, നിങ്ങൾ മനസ്സിലാക്കിക്കോണം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലാഭശതമാനം അല്ലേ? ലാഭശതമാനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണേ. ലാഭശതമാനം എന്ന് പറഞ്ഞാൽ വ്യത്യാസം 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 ഡിവൈഡഡ് ബൈ ചെറിയ സംഖ്യ ചെറിയ സംഖ്യ ചെറിയ സംഖ്യ ഇൻറ്റു 100 എന്നാണ്. ഒന്നുകൂടെ എന്റെ കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയണേ. ലാഭശതമാനം എന്ന് പറഞ്ഞാൽ വ്യത്യാസം ഡിവൈഡഡ് ബൈ ചെറിയ സംഖ്യ ചെറിയ സംഖ്യ. ലാഭശതമാനം എന്ന് പറഞ്ഞാൽ വ്യത്യാസം ഡിവൈഡഡ് ബൈ ചെറിയ സംഖ്യ ഇൻറ്റു 100 എന്നാണ്. ഇനി ചിലവരിങ്ങനെ പറയും ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100. എല്ലാം ഓക്കെയാണ്, പഠിച്ചു വെക്കും. വ്യത്യാസം ഡിവൈഡഡ് ബൈ ചെറിയ സംഖ്യ 14,000-ഉം 16,800 തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 2,800. 2,800 ഡിവൈഡഡ് ബൈ ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ എത്ര? 14,000 ഇൻറ്റു 100. 2 പൂജ്യം പോയി, 2 പൂജ്യം പോയി, ഈ പൂജ്യം പോയി, ഈ പൂജ്യം പോയി. 14-ല് 14 ഒരു പ്രാവശ്യം, 28-ല് 2 പ്രാവശ്യം, ഈ പൂജ്യം കൂടെ ചേർന്ന് നമുക്ക് കിട്ടി 20% ലാഭം എന്ന് പറയും. അപ്പൊ ഈ കച്ചവടം എത്ര ശതമാനം ലാഭം കിട്ടി? 20% ലാഭം കിട്ടി. അപ്പൊ മറന്നു പോരുത്, ലാഭശതമാനം എന്ന് പറഞ്ഞാൽ വാങ്ങിയ വിലയും വിറ്റ വിലയും തമ്മിലുള്ള വ്യത്യാസം ഡിവൈഡഡ് ബൈ ആ കൂട്ടത്തിൽ ചെറിയ സംഖ്യ ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 100 ചെയ്താൽ മതി. അപ്പൊ ഇതിനകത്ത് ഞാൻ ആദ്യം ഒരു കാര്യം പറയും, അനുബന്ധ ചിലവുകൾ എല്ലാം കൂടെ ചേർത്താണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? വാങ്ങിയ വിലയാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. ചോദ്യം ഇങ്ങനെയാണ്. 5 മത്സരങ്ങളിൽ അല്ലെങ്കിൽ 5 ക്രിക്കറ്റ് മത്സരങ്ങളിൽ നിന്നും സാം നേടിയ റണ്ണുകളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്.
എത്രയൊക്കെയെന്ന് ചോദിച്ചാൽ 98, 105, 22, 65, 75. അങ്ങനെയാണെങ്കിൽ സാമിന്റെ ശരാശരി എത്രയാണ്? നമുക്കറിയാം ശരാശരി എന്ന് പറഞ്ഞാൽ എങ്ങനെ കാണുമെന്ന് ചോദിച്ചാൽ തുക ഡിവൈഡഡ് ബൈ എണ്ണം എന്നാണ്. തുക ഡിവൈഡഡ് ബൈ എണ്ണം. ശരാശരി എന്ന് പറഞ്ഞാൽ തുക അതിന് എത്ര കൊണ്ട് ഭാഗിക്കണം? എണ്ണം കൊണ്ട് ഭാഗിച്ചു കൊടുത്താൽ മതി. അപ്പൊ ഒന്നും കൂടെ ശരാശരി എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയും? തുക, അല്ലെങ്കിൽ എല്ലാം കൂടെ കൂട്ടി എഴുതാം, അതിന് എണ്ണം കൊണ്ട് ഭാഗിച്ചാൽ മതി. എല്ലാം കൂടെ കൂട്ടി വെക്കാം. 98ഉം 105ഉം 22ഉം 65ഉം 75ഉം കൂടെ കൂട്ടും. 98 എഴുതി കൊടുത്തു. അടുത്തെത്രയാണ്? 105 എഴുതി, പിന്നെ 22 എഴുതി, 65 എഴുതി, 75 എഴുതി. എല്ലാം കൂടെ കൂട്ടുമ്പോ 5ഉം 5ഉം 10, 15ഉം 10, 25 കിട്ടും. 2 എഴുതി. 7ഉം 6ഉം കൂടെ കൂട്ടുമ്പോ 13, 13ഉം 2ഉം 15, 15ഉം 9, 24 രണ്ടും 26 കിട്ടി. 3, സോറി 2. നമുക്ക് പറയാം 2 1 365 എന്ന് പറയാൻ കിട്ടി. അതായത് തുക എന്ന് പറഞ്ഞാൽ ഇവിടെ 365 ആണ്. ഇതിനെ എണ്ണമായ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5 എണ്ണം ഉണ്ട് അല്ലെ? 5 കൊണ്ട് വായിച്ചു കൊടുത്താൽ മതി. 5ൽ 5 ഒരു പ്രാവശ്യം, 36ൽ 5 7 പ്രാവശ്യം, 15ലാണെങ്കിൽ 3 പ്രാവശ്യം. നമുക്ക് കിട്ടി ശരാശരി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 73 എന്ന് പറയട്ടെ. 70. വേറെ ഒന്നുമില്ല, സിമ്പിൾ ആണ്. അപ്പൊ മനസ്സിലാക്കിയിരിക്കുക, ശരാശരി എന്ന് പറഞ്ഞാൽ തുക ഡിവൈഡഡ് ബൈ എണ്ണം. എല്ലാം കൂടെ കൂട്ടണം, അതിനെ എണ്ണം കൊണ്ട് ഭാഗിച്ചു കൊടുത്താൽ. ചോദ്യം: സാന്ദ്ര ഒരു സെക്കൻഡ് കൊണ്ട് സൈക്കിൾ 2 മീറ്റർ ദൂരം ചവിട്ടുമെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം ചവിട്ടും? ഒന്നും കൂടെ. സാന്ദ്ര ഒരു സെക്കൻഡ് കൊണ്ട് സൈക്കിൾ എത്ര ദൂരം ചവിട്ടും, അല്ലെങ്കിൽ എത്ര ദൂരം ചവിട്ടും? 2 മീറ്റർ ചവിട്ടുന്നതാണ്. 2 മീറ്റർ ദൂരം പോകുന്ന പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം ചവിട്ടും എന്നാണ് ചോദ്യം. സിമ്പിൾ ആയിട്ട് പറയാം. ഒരു സെക്കൻഡിൽ, അല്ലെ, ഒരു സെക്കൻഡിൽ എത്ര ദൂരം പോകും? ഒരു സെക്കൻഡിൽ 2 മീറ്റർ ആണ്. നമ്മുടെ ചോദ്യം 2 മിനിറ്റിലല്ലേ? നമ്മൾ പറഞ്ഞത് സെക്കൻഡിലാണ്. ഈ 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാ? ഇല്ലേ, 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ്. അപ്പൊ 60ഉം 120 സെക്കൻഡ് ആണ്. അപ്പൊ 120 സെക്കൻഡിൽ എത്ര ദൂരം പോകുന്നു കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഒന്നും കൂടെ, ഒരു സെക്കൻഡിൽ 2 മീറ്റർ. അങ്ങനെയാണെങ്കിൽ 2 മിനിറ്റ് എന്ന് പറയുമ്പോൾ 120 സെക്കൻഡിൽ എത്ര ദൂരം? നമ്മൾ നേരത്തെ പറഞ്ഞു, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ക്രോസ് ചെയ്യും. ക്രോസ് ചെയ്യുമ്പോൾ 2 എണ്ണം വരുന്നത് മേളിൽ എഴുതും, ഒറ്റയായിട്ട് നിൽക്കുന്നത് താഴെ എഴുതും. അതായത് ഇവിടെ 2 എണ്ണം വരിക എന്ന് പറഞ്ഞാൽ എന്താണ്? 120 ഇൻറ്റു 2, 120 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ ഒറ്റയായിട്ട് നിൽക്കുന്ന 1. 120 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 240 മീറ്റർ. 240 മീറ്റർ. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ, 240 മീറ്റർ. ക്ലിയർ? അടുത്ത ചോദ്യം: കൂട്ടത്തിൽ പെടാത്തത് ഏതെന്നാണ്? ചതുരം, സമചതുരം, ത്രികോണം, സാമാന്തരികം. പറ, നിങ്ങൾ തന്നെ പറ, ഏതായിരിക്കും? ഇപ്പൊ കൂട്ടത്തിൽ പെടാത്തതെന്ന് പറഞ്ഞാൽ ത്രികോണമാണ്. റീസൺ കൂടെ പറയാം. ഈ പറയുന്ന ചതുരമായാലും സമചതുരമായാലും സാമാന്തരികമായാലും ഇതെല്ലാം എന്താണ്? ചതുർഭുജങ്ങളാണ്. ചതുർഭുജം എന്ന് പറഞ്ഞാൽ 4 സൈഡുള്ള ഫിഗർ ആണ്. അപ്പോ ചതുരം എന്ന് പറഞ്ഞാൽ സ്ക്വയർ ആണ്. ചതുരം എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിൾ ആണ്. സമചതുരം എന്ന് പറഞ്ഞാൽ സ്ക്വയർ ആണ്. സാമാന്തരികം എന്ന് പറഞ്ഞാൽ പാരലലോഗ്രാം ആണ്. എല്ലാത്തിനും എത്ര സൈഡാ ഉള്ളത്? 4 സൈഡല്ലേ? 3 സൈഡുള്ള ഏതിന് മാത്രമേ ഉള്ളൂ? ത്രികോണത്തിന് മാത്രമേ ഉള്ളൂ. അപ്പൊ കൂട്ടത്തിൽ പെടാത്ത ഓട് കട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ത്രികോണമാണ്. ചോദ്യം: 3, 7, 15 ഡാഷ്. അപ്പൊ ഈ ഒരു ചോദ്യം കുറച്ചൊരു കൺഫ്യൂഷൻ ആണ്. 3, 7, 15 ഡാഷ് എന്നാ പറയാം. നമുക്ക് ഇതിനകത്ത് 2 ആൻസർ, വളരെ വ്യക്തമായിട്ട് നമുക്ക് 2 ആൻസറിലോട്ട് പോകാൻ പറ്റും. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 3ന്റെ കൂടെ എത്ര കൂട്ടി? 4 കൂട്ടി നമുക്ക് 7 കിട്ടി. 7ന്റെ കൂടെ 8 കൂട്ടുമ്പോൾ 15 കിട്ടും. ഇനി നമുക്ക് എങ്ങനെ പറയാം? 4, 8, അടുത്ത 4ന്റെ ഗുണിതം എന്ന് പറഞ്ഞാൽ 12 അല്ലേ? 12 കൂട്ടി എത്ര കിട്ടും? 15ഉം 12 എന്ന് പറഞ്ഞാൽ എത്ര? 27 ആണ്. വേണമെങ്കിൽ നമുക്ക് എന്തും പറയാം, 27 ആൻസർ ആയിട്ട് പറയാം. ഓക്കെയാണോ? നമുക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം. 4ന്റെ ഗുണിതങ്ങൾ കൂട്ടി കൂട്ടി പോയാൽ മതി, അല്ലേ? 3ന്റെ കൂടെ 4 കൂട്ടി 7 കിട്ടി. വീണ്ടും അടുത്ത 4 കഴിഞ്ഞാൽ അടുത്ത ഗുണിതം എന്ന് പറഞ്ഞാൽ 8 ആണ്, അല്ലേ? അപ്പൊ 8 കൂട്ടിയപ്പോ 15 കിട്ടി. 4ന്റെ അടുത്ത ഗുണിതം എന്ന് പറഞ്ഞാൽ 12 ആണ്. 15ന്റെ കൂടെ 12 കൂട്ടിയപ്പോ നമുക്ക് എത്ര കിട്ടി? 27 കിട്ടി. ഇനി ഒരു പോസിബിലിറ്റി ഇവിടെ ഉണ്ട്. 3, 7, 15 ഡാഷ്. പറഞ്ഞു തരാം.
രണ്ടിന്റെ പവേഴ്സ് രണ്ടിന്റെ സ്ക്വയർ ആയ 4 കൂട്ടിയപ്പോ 7 ആയി. വീണ്ടും 2 3 രണ്ടിന്റെ ക്യൂബായ 8 കൂട്ടിയപ്പോ 15 ആയി. അതേപടി 2 4 എന്ന് പറഞ്ഞാൽ 16 ആണ്. 15ന്റെ കൂടെ 16 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 31 കിട്ടും. ഈ 31 ഇവിടെ ഉണ്ട് ഓപ്ഷനിൽ. അപ്പൊ ഒന്നും കൂടെ നമുക്ക് രണ്ട് രീതിയിലോട്ട് പോവാം. ഇത് ചോദ്യകർത്താവ് ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം. ഇതിനകത്ത് ചെറിയൊരു ലക്ക് ഫാക്ടർ ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലേ? PS എന്താണ് വിചാരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ 31 പറയാം, 27 പറയാം. വളരെ വ്യക്തമായിട്ടുള്ള രണ്ട് ലോജിക്കുകളാണ്. ആദ്യത്തെ ആണെങ്കിൽ 4 8 12 എന്ന് ഇങ്ങനെ പറഞ്ഞ് കൂടി പോകുന്ന ശ്രേണി നമുക്ക് വേണമെങ്കിൽ പറയാം. രണ്ടാമത്തെ ആണെങ്കിൽ രണ്ടിന്റെ പവേഴ്സ്, രണ്ടിന്റെ സ്ക്വയർ കൂട്ടി 2 3 കൂട്ടി 2 4 കൂട്ടി 2 അങ്ങനെ അങ്ങനെ പോകുന്ന ഒരു ശ്രേണി വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ ആണ്. അപ്പൊ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് നമുക്ക് രണ്ട് ആൻസറിലോട്ട് പോകാൻ പറ്റും. ഏതാണോ PS എടുക്കുന്നത് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. ഞാൻ ഉറപ്പായിട്ടും പറയുന്നത് ഒരു ലക്ക് ഫാക്ടർ ഉണ്ട് ഇതിനകത്ത്. അടുത്ത ചോദ്യം. ബോട്ട്മാസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്. ബോട്ട്മാസിൽ നമ്മൾ ആദ്യം ഡിവിഷൻ ചെയ്യണമെന്നല്ലേ? അപ്പൊ പറഞ്ഞു വരുമ്പോ 21 പ്ലസ് ആദ്യം ഡിവിഷൻ അല്ലേ, 16 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 ആണ്. അപ്പൊ 8 ഇൻറ്റു 4 മൈനസ് 5. വീണ്ടും അടുത്ത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണമെന്നല്ലേ? അതായത് 21 പ്ലസ് 8 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ എത്ര? 32 മൈനസ് 5. 21 32 കൂടെ കൂട്ടുമ്പോൾ 53 കിട്ടും. 53 5 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 48. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 48. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം. ഒറ്റയാനെ കണ്ടെത്തുക. പെട്ടെന്ന് പറയാൻ പറ്റും. 2 5 7 8 ഒറ്റയാൻ ഏതായിരിക്കും? പറ, നിങ്ങൾ പറ, മനസ്സിൽ പറ. 8 ആയിരിക്കും. റീസൺ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ പറയുന്ന 2 5 3 ഒക്കെ എന്താണ്? സോറി, 2 5 7 ഒക്കെ എന്താണ്? അഭാജ്യ സംഖ്യകളാണ്, പ്രൈം നമ്പേഴ്സ് ആണ്. അഭാജ്യ സംഖ്യകളാണ്. അപ്പൊ ഈ കൂട്ടത്തിൽ അഭാജ്യ സംഖ്യ അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി 8 ആണ്. ഓർമ്മിച്ചോളെ. മിക്കവാറും സാധാരണ പറഞ്ഞ ഈ പറഞ്ഞ ഒറ്റയാനകത്ത് സാധാരണ വരുന്ന ടൈപ്പ് തന്നെയാണ്. അഭാജ്യ സംഖ്യകൾ തന്നിട്ട് അല്ലെങ്കിൽ ഒരു അഭാജ്യ സംഖ്യ മാത്രം തന്നിരിക്കുക, അങ്ങനെ വരുന്ന ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ ഈ കൂട്ടത്തിൽ അഭാജ്യ സംഖ്യ അല്ലാത്തതാണ് 8. 2 5 7 എന്താണ്? അഭാജ്യ സംഖ്യയാണ്. അപ്പൊ ഒറ്റയാൻ എന്ന് പറഞ്ഞത് ഏതായിരിക്കും? 8 ആയിരിക്കും. ചോദ്യം. അമ്മയുടെയും മകളുടെയും വയസ്സുകളുടെ തുക 56ആണ്. 4 വർഷം കഴിഞ്ഞാൽ അമ്മയുടെ വയസ്സ് മകളുടെ വയസ്സിന്റെ 3 ഇരട്ടിയാകും എങ്കിൽ അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര എന്നാണ് ചോദ്യം. എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ശരി, അത്യാവശ്യം നമ്മൾ ഈ പറയുന്ന ഏജ് പ്രോബ്ലംസ്, വയസ്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നമുക്ക് അങ്ങനെ പ്രത്യേക ടൈപ്പുകളായിട്ട് പഠിക്കണം നിർബന്ധമൊന്നുമില്ല. അത്യാവശ്യം നമുക്ക് അത്യാവശ്യം PSC പരീക്ഷയിൽ വരുന്ന എല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷനിൽ തിരിച്ച് ചിന്തിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ അവസാനം പറഞ്ഞിരിക്കുന്നതാണ് എങ്കിൽ അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര എന്നാണ് ചോദിച്ചുള്ളൂ. അതിന്റെ ആൻസർ 48 ആണെന്ന് വെച്ചു. അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് 48 ആണെന്ന് വെച്ചു. ഓപ്ഷൻ എയിൽ പറഞ്ഞിരിക്കുന്നത് 48 അല്ലേ? 48 ആണെന്ന് വെച്ചു. ആദ്യമേ നമുക്കൊന്ന് ചോദ്യം വായിച്ചു വരാം. അമ്മയുടെയും മകളുടെയും വയസ്സുകളുടെ തുക 56 എന്നല്ലേ? അപ്പൊ അമ്മയുടെ 48 ആണെങ്കിൽ ഡോട്ടർ മകളുടെ എന്തായിരിക്കും? തുക 56 കിട്ടണമെങ്കിൽ അല്ലെ? അമ്മയുടെ 48 എന്ന് പറയുന്നു. നമ്മൾ 48 ആണെങ്കിൽ മകളുടെ എത്ര വന്നേ പറ്റുള്ളൂ? 8 വന്നേ പറ്റുള്ളൂ അല്ലെ? 48ന്റെ കൂടെ 8 കൂട്ടുമ്പോഴല്ലേ 56 കിട്ടുന്നത്. ഇനി 4 വർഷം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? 4 വർഷം കഴിഞ്ഞാൽ അമ്മയുടെ വയസ്സ് മകളുടെ വയസ്സിന്റെ 3 ഇരട്ടിയാകുന്നല്ലേ? 4 വർഷം കഴിയുമ്പോൾ ഈ അമ്മയുടെ പ്രായം എത്രയായിട്ട് മാറും? 48 എന്നുള്ളത് എത്രയായി? 52ആയി. മകളുടേത് മാറാതെ ഇരിക്കും? ഇല്ല, മകളുടേതും 4 വയസ്സ് കൂടും അല്ലേ? ഇപ്പൊ 8 വയസ്സുള്ള മകൾ ഇപ്പൊ എത്രയായിട്ട് മാറും? 4 വർഷം കഴിയുമ്പോൾ അത് 12 ആയിട്ട് മാറും. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താണ്? 4 വർഷം കഴിയുമ്പോൾ അമ്മയുടെ വയസ്സ് മകളുടെ വയസ്സിന്റെ 3 ഇരട്ടിയാകുന്നല്ലേ? ഈ 12ന്റെ 3 ഇരട്ടിയാണോ? 12ന്റെ 3 ഇരട്ടിയാണോ 52? 12ന്റെ 3 ഇരട്ടി എത്രയാണ്? 36 ആണ്. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം എന്തല്ല നമ്മുടെ ആൻസർ? 48. നമ്മൾ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ ഓക്കെ ആകുന്നില്ല അല്ലേ? 4 വർഷം കഴിയുമ്പോൾ അമ്മയുടെ വയസ്സ് മകളുടെ വയസ്സിന്റെ 3 മടങ്ങ് ആകുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? 3 മടങ്ങ് ആയോ? 12ന്റെ 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ 36 ആണ്. പക്ഷെ നമ്മുടെ ഈ പറയുന്ന 48 ആണ്. അമ്മയുടെ വയസ്സ് ഇപ്പൊ 48 ആണെങ്കിൽ എന്ത് വരത്തില്ല? അത് 52 വരത്തുള്ളൂ. അപ്പൊ നമുക്ക് പറയാം എന്തല്ല? ഓപ്ഷൻ എ അല്ല. ഇനി നമുക്ക് ഏത് ചെക്ക് ചെയ്യാം? ഓപ്ഷൻ ബി ചെക്ക് ചെയ്ത് നോക്കാം. അമ്മയുടെ ഇപ്പോഴത്തെ പ്രായം 44 എന്ന് വെച്ചു. അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് 44 ആണെങ്കിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന രണ്ടുപേരുടെയും തുക എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 56 അല്ലേ? അങ്ങനെയാണെങ്കിൽ മകളുടെ എത്ര വന്നേ പറ്റുള്ളൂ?
അമ്മ 44 എത്ര കൂട്ടുമ്പോഴേ 56 കിട്ടുന്നു? 12 അല്ലേ? അപ്പൊ മകളുടെ വയസ്സ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 12 ആയിരിക്കും. ഓക്കെ ആണോ? എങ്കിലല്ലേ 44 12 കൂടെ കൂട്ടുമ്പോൾ 56 കിട്ടത്തുള്ളൂ അല്ലേ? ഇനി അടുത്ത 4 വർഷം കഴിയുമ്പോൾ ഈ അമ്മയുടെ പ്രായം എത്രയായിട്ട് മാറും? 48. 4 വർഷം കഴിയുമ്പോൾ മകളുടെ പ്രായം എത്രയായിട്ട് മാറും? 12ഉം 4ഉം 16ആയിട്ട് മാറും. ഇനി അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? 4 വർഷം കഴിയുമ്പോൾ അമ്മയുടെ പ്രായം മകളുടെ പ്രായത്തിന്റെ 3 മടങ്ങെന്നല്ലേ? ഉറപ്പാണ്. ആരുടെ 3 മടങ്ങാണ്? 16ന്റെ 3 മടങ്ങാണ് എന്ത്? 48. കണ്ടീഷൻ ഓക്കെ ആയി. നമുക്ക് ഉറപ്പിച്ച് പറയാം അമ്മയുടെ ഇപ്പോഴത്തെ പ്രായം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 44. 44. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് ഈ പറയുന്ന വയസ്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്ത് ചെയ്യാം? നമുക്ക് ജസ്റ്റ് ഓപ്ഷനിൽ നമുക്ക് തിരിച്ചു ചിന്തിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 44 ആയിരിക്കും. 44. ചോദ്യം. ഏറ്റവും ചെറിയ സംഖ്യ എഴുതി പോലും നോക്കണ്ട. ഈ കൂട്ടം നോക്കി നോക്ക്. ആദ്യത്തെ പോയിന്റ് കഴിഞ്ഞിട്ട് 1 വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഓപ്ഷനിലാണെങ്കിൽ പോയിന്റ് കഴിഞ്ഞിട്ട് 5 വന്നിട്ടുണ്ട്. മൂന്നാമത്തെ ഓപ്ഷനിലാണെങ്കിൽ പോയിന്റ് കഴിഞ്ഞിട്ട് 0 വന്നിരിക്കുന്നത്. ഡി ഓപ്ഷനിലും പോയിന്റ് കഴിഞ്ഞിട്ട് 1 വന്നിരിക്കുന്നത്. പോയിന്റ് കഴിഞ്ഞിട്ട് 0 വരുന്നതിൽ ഏറ്റവും ചെറുതെന്ന് പറഞ്ഞാൽ ഉറപ്പിക്കാം നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി 0.015 ആയി. ബാക്കി എല്ലാം പോയിന്റ് കഴിഞ്ഞിട്ട് നമ്പേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഓപ്ഷൻ സി ആണെങ്കിൽ എന്താണ്? പോയിന്റ് കഴിഞ്ഞിട്ട് 0 ആയി വന്നിരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ളതിനേക്കാളും ചെറിയ സംഖ്യ തന്നെയാണ് ഓപ്ഷൻ സി തന്നെയാണ്. ചോദ്യം. 4ന്റെ ഗുണിതമല്ലാത്ത സംഖ്യ കണ്ടുപിടിക്കാൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 4ന്റെ ഗുണിതമായിട്ടുള്ള സംഖ്യ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ഈ പറയണ കലണ്ടർ ഒക്കെ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ ഈ 4ന്റെ ഗുണിതം ഒരുപാട് സ്ഥലങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. ഈ പറഞ്ഞ ലീപ്പ് ഇയർ ആണോ എന്ന് കണ്ടുപിടിക്കാൻ. അവിടെ നമ്മൾ എന്ത് ചെയ്യും? തന്നിട്ടുള്ള വർഷത്തിന്റെ ഏറ്റവും ലാസ്റ്റ് നമ്പർ ഡിജിറ്റിനെ 4 കൊണ്ട് വായിക്കാൻ പറ്റുമോ ചെക്ക് ചെയ്യും. അത് തന്നെയാണ് കണ്ടീഷൻ. ഒരു നമ്പറിനെ 4 കൊണ്ട് പൂർണ്ണമായിട്ടും വായിക്കാൻ കഴിയണമെങ്കിൽ അവസാനത്തെ 2 അക്കം അല്ലെ, അവസാനത്തെ 2 ഡിജിറ്റ് ചേർന്ന് വരുന്ന സംഖ്യ എന്തായിരുന്നാ മതി? 4ന്റെ ഗുണിതമായിരുന്നാ മതി. നോക്കി നോക്കാം. ആദ്യത്തെ ഓപ്ഷനിൽ അവസാനത്തെ 2 അക്കം 36 അല്ലേ? 36 4ന്റെ ഗുണിതമാണ്. അപ്പൊ ഇത് 4ന്റെ ഗുണിതമാണ്. ഇനി ഓപ്ഷൻ ബിയിൽ 14 4ന്റെ ഗുണിതമാണോ? ഇനി ഓപ്ഷൻ സി 48 4ന്റെ ഗുണിതമാണ്. 64 4ന്റെ ഗുണിതമാണ്. പക്ഷെ 14 എന്തല്ല? 4ന്റെ ഗുണിതമല്ല. ഉറപ്പിക്കാം നമുക്ക് ആവശ്യം എന്താണ്? 4ന്റെ ഗുണിതം അല്ലാത്ത സംഖ്യ ഏതെന്നല്ലേ? ഏതായിരിക്കും? 214 ആയിരിക്കും. 214. ഓക്കെ അല്ലേ? അപ്പൊ ആ ഒരു കണ്ടീഷൻ ഓർമ്മിച്ച് വെച്ചിരിക്കുക. 4ന്റെ ഗുണിതമാണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? അവസാനത്തെ 4 അക്കങ്ങൾ ചേർന്ന് വരുന്ന സംഖ്യ 4ന്റെ ഗുണിതമാണെങ്കിൽ ആ സംഖ്യ മൊത്തത്തിൽ എന്തായിരിക്കും? 4ന്റെ. ഓക്കെ അല്ലേ? വീണ്ടും ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു കമ്പ്യൂട്ടർ ലാബിൽ 6 കുട്ടികൾക്ക് 3 കമ്പ്യൂട്ടർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 24 കുട്ടികൾക്ക് എത്ര കമ്പ്യൂട്ടർ ഉണ്ടാകുമെന്ന് ചോദിക്കും. ആണെങ്കിൽ ഇവിടെ നമുക്ക് ഇങ്ങനെ ക്രോസ് ചെയ്ത് പറയാം. 6 പേർക്ക് അല്ലേ? 6 കുട്ടികൾക്ക് എത്ര എണ്ണം ഉണ്ട്? 3 കമ്പ്യൂട്ടർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 24 പേർക്ക് എത്ര കമ്പ്യൂട്ടർ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ 24 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 6 പറയാം. 6 ഒരു പ്രാവശ്യം, ഇവിടെ 4 പ്രാവശ്യം. 4 ഇൻറ്റു 3 എത്രയെന്ന് പറയാം? 12 കമ്പ്യൂട്ടർ എന്ന് പറയാം. ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഇനി ഇല്ല, മനസ്സിൽ പറ. 6 പേർക്ക് 3 കമ്പ്യൂട്ടർ. ഇനി 24 എത്ര 6 ഉണ്ട്? 6 6 6 6 4 ആറുകളല്ലേ? ഓരോ 6 കമ്പ്യൂട്ടറിനും 3 അല്ലേ? ഓരോ 6 കുട്ടികൾക്ക് 3 കമ്പ്യൂട്ടർ. അപ്പൊ ആദ്യത്തെ 6 പേർക്ക് 3 കമ്പ്യൂട്ടർ. അടുത്ത 12 പേർക്ക് 6 കമ്പ്യൂട്ടർ. അടുത്ത 18 പേർക്ക് 9 കമ്പ്യൂട്ടർ. അടുത്ത 24 പേർക്ക് എത്രയായിരിക്കും? സിമ്പിൾ ആയിട്ട് പറയാം, 12 കമ്പ്യൂട്ടർ എന്ന് പറയാം. അല്ലെങ്കിൽ ഇതേപോലെ നമുക്ക് ക്രോസ് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും. ചോദ്യം. കൂട്ടത്തിൽ വലിയ സംഖ്യ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ഭിന്നസംഖ്യകളുടെ വലുത് അല്ലെങ്കിൽ ചെറുത് കണ്ടുപിടിക്കാനായിട്ട് വേണമെങ്കിൽ ചിലർ ക്രോസ് ചെയ്തൊക്കെ കണ്ടുപിടിക്കുന്നവരുണ്ട്. നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റേഴ്സിന്റെ കൂടെ ഒരു 0 അങ്ങോട്ട് കൊടുക്കും. അല്ലെങ്കിൽ അംശത്തിന്റെ കൂടെ എന്ത് ചെയ്യും? ഒരു 0 ചേർത്താങ്ങ് പറയും. ഇവിടെ അംശം എത്രയാണ്? 1ഉം ഛേദം 5ഉം അല്ലേ? അംശത്തിന്റെ കൂടെ ഒരു 0 ഇട്ട് പറയും. അതായത് 10/5 അല്ലേ? 1ന്റെ കൂടെ 0 ഇടും. 5ഉം 10ഉം കൂടെ വെട്ടിപ്പോയി നമുക്ക് 2 എന്ന് കിട്ടി. വീണ്ടും ഇവിടെയും അംശത്തിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? 0 ഇട്ട് കൊടുക്കാം. 30/10 നമുക്ക് എത്രാന്ന് കിട്ടും? 3 എന്ന് പറഞ്ഞ് കിട്ടും. വീണ്ടും ഇവിടെയും അംശത്തിന്റെ കൂടെ ഒരു 0 ഇട്ട് കൊടുക്കും. 40/10 വെട്ടിപ്പോകുമ്പോൾ നമുക്ക് എത്രാന്ന് കിട്ടി? 4 എന്ന് പറഞ്ഞ് കിട്ടി. വീണ്ടും ഇവിടെ അംശത്തിന്റെ കൂടെ ഒരു 0 ഇട്ട് കൊടുക്കും. 40/5 5 എത്ര പ്രാവശ്യം ഉണ്ട്? 8 പ്രാവശ്യം. കൂട്ടത്തിൽ വലിയ സംഖ്യ എന്നല്ലേ? ഇവിടെ 2 വന്നു, 3 വന്നു, 4 വന്നു. ഇവിടെ 8 അല്ലേ വന്നേ? വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്?
4/5. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി 4/5 ആയിരിക്കും. പെട്ടെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കുന്ന കാര്യം മനസ്സിലായോ? എന്ത് ചെയ്യണം? നമ്മള് ന്യൂമറേറ്റേഴ്സിന്റെ കൂടെ അംശത്തിന്റെ കൂടെ ഒരു 0 ചേർത്ത് പറഞ്ഞാൽ മതി. എന്നിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. ചിലപ്പോൾ പോയിന്റ് ഒക്കെ വരും, വിഷയമില്ല. എന്ത് ചെയ്യാം? ആ കൂട്ടത്തിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കൂട്ടത്തിൽ വലുത് ഏതാണോ, വലിയ ആൻസർ ഏതാണോ കിട്ടുന്നത് അത് വലുതായിരിക്കും. ഏറ്റവും ചെറിയ ആൻസർ ഏതാണോ കിട്ടുന്നത് അത് എന്തായിരിക്കും? ചെറുതായിരിക്കും. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസറിലോട്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. ബോട്ട് മാസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇപ്പൊ ആദ്യം ബോട്ട് മാസിൽ നമുക്കറിയാം, ആദ്യം ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നല്ലേ? ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട്. 8 - 6 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 എന്നല്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, 5 + 4 × 2 ഡിവൈഡഡ് ബൈ 6 എന്നല്ലേ? അത് കഴിഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്താ? ഡിവിഷൻ അല്ലേ? അപ്പൊ ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ഡിവൈഡഡ് ബൈ 6, 2 ഡിവൈഡഡ് ബൈ 6 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/3 എന്ന് പറയാൻ കിട്ടും. നമുക്ക് ഇങ്ങനെ പറയാം, 5 + 4 × 1/3 എന്ന് പറയാം. 4 അടുത്തെന്താ? മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? 4 × 1/3 എന്ന് പറഞ്ഞാൽ 4/3 എന്നാണ്. ക്രോസ് ചെയ്യാം. 3 × 5 എന്ന് പറഞ്ഞാൽ 15. ഇനി 1 × 4 എന്ന് പറഞ്ഞാൽ 4 ഡിവൈഡഡ് ബൈ 3. 15 4 കൂടെ കൂട്ടുമ്പോൾ 19/3 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി 19/3. 19/3. അപ്പൊ ഇതിനകത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം, പിന്നെന്താ? പിന്നെ ഡിവൈഡ് ചെയ്യണം അല്ലെ? 2/6 എന്ന് പറഞ്ഞിട്ട് 2/6 നമുക്ക് വെട്ടിപ്പോകുമ്പോൾ എന്ന് പറയാം 1/3. ഇനി 4 × 1/3 എന്ന് പറഞ്ഞാൽ 4/3 ആണ്. എല്ലാം കൂടെ ചേർത്ത് പറയുമ്പോൾ പിന്നെ സംഖ്യകൾ തമ്മിൽ കൂട്ടി പറയുമ്പോൾ നമ്മുടെ ആൻസർ കിട്ടും 19/. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ്, ഈ ഒരു 20 ചോദ്യങ്ങളാണ് കൂലി വർക്കർ എന്ന് പറയുന്ന ഈ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചത്. അത്യാവശ്യം നല്ല സിമ്പിൾ ചോദ്യങ്ങൾ തന്നെയാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ വരാൻ പോകുന്ന LGS പരീക്ഷയ്ക്ക് 2024 നടക്കുന്ന എല്ലാ ഫേസും എല്ലാ ജില്ലകളിലെയും LGS പരീക്ഷയ്ക്ക് ഇതേപോലത്തെ സിമ്പിൾ ചോദ്യങ്ങൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.